ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും ഞാൻ പറയുകയാണ്, മാക്സിമം ഇതൊന്ന് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും മറ്റ് നിങ്ങൾക്ക് എവിടെയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുക ഷെയർ ചെയ്യണം. ഒരു പൊന്നുമോനെ കാണാതായിരിക്കുകയാണ്. അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾക്ക് അറിയാലോ, 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ 14 15 ആ ഒരു പ്രായമാണ്, ചെറിയ പ്രായമാണ്. ഈ പ്രായത്തിൽ കുട്ടി പോയത് കഴിഞ്ഞ 30ാം തീയതിയാണ്. ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ കുട്ടിയുടെ ഉപ്പനെ ഞാൻ വിളിച്ചത്. എനിക്ക് ഉപ്പൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തന്നെ വളരെയധികം സങ്കടം തോന്നി. അവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പല രീതിയിൽ പോലീസിന് കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവരും കൂടി ഇറങ്ങിയിട്ട് ഇപ്പോൾ തിരൂർ ഭാഗത്ത് അന്വേഷിക്കുന്ന ഒരു സമയത്താണ് ഞാൻ വിളിച്ചത്. അപ്പോൾ ഉള്ളിലുള്ളൊരു പേടി തന്നെയാണ് കുട്ടി എവിടെ പോയി എന്നുള്ളത്. ഈ ഒരു ചെറിയ പ്രായത്തിൽ എന്താണ് കുട്ടികളുടെ മനസ്സിലൊക്കെ തോന്നിയെന്ന് ആര് കണ്ട്. എന്തായാലും ഏറെ വേദന പകരുന്ന ഒരു സങ്കടകരമായൊരു വാർത്ത തന്നെയാണ്. നമുക്ക് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കാം. ഒപ്പം വാപ്പാനെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കുക. ഞാനത് ഫോർവേഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടേ. എപ്പോഴാ പോയത്? അത് 30 വൈകുന്നേരം 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇന്നലെ 31 31 മിനിയാന്ന് വൈകുന്നേരം. മിനിഞ്ഞാന്ന്. അപ്പൊ വാളക്കൂട ദർശയിലാണ് പഠിക്കണേ. ചോടശ്ശേരിയുടെ വാളക്കൂട. തോർച്ചര ഭാഗത്ത്. അപ്പൊ ഞാൻ പണിക്ക് പോയതേന്. അപ്പൊ എനിക്ക് വിളിച്ചാണ്ട് പറഞ്ഞു ഞാന് പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 20 മിനിറ്റ് കൊണ്ട് ഞാൻ വന്നിട്ട് പോകാൻ നോക്കിയ. അങ്ങനെ വണ്ടി പൈസയും കൊടുത്താണ്ട് പറഞ്ഞയച്ചാണ്. വണ്ടി വിളിച്ച് പോയിക്കോണ്ടി പറഞ്ഞാണ് പോകാൻ വേണ്ടി. ദർശക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന്. വീട്ടിൽ നിന്ന് 5:30 ആയപ്പോ ആ പോക്ക് പോയതാണ് അല്ലേ? എവിടെ നിങ്ങള് കറക്റ്റ് വീട് എവിടെയാണ്? തറേട്ടാല്. അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടൊരു വാർത്തക്ക് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ പറയുന്നത് തന്നെ. വേറെ വീട്ടിൽ എന്ത് വിഷയങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒരു വിഷയമില്ല. വീട്ടിലും ഇല്ല, ദർശിലും ഒന്നുമില്ല. ദർശില് 5-6 മാസമായി പോകാൻ തുടങ്ങി. അതെ. അപ്പൊ എത്രയിലായിരുന്നു പഠിക്കുന്ന? എത്രയായിരുന്നു? 9. ഓ, ചെറിയൊരു കുട്ടി. എന്താ എവിടെന്ന് ഒരു പിടുത്തമില്ല. നിങ്ങളെ മോനാ? മൂത്ത മോനാണല്ലേ? അത് ശരി. അപ്പൊ എത്രയും പെട്ടെന്ന് അത് കണ്ടെത്താന്നുള്ളതാണല്ലോ നമ്മളൊക്കെ ആഗ്രഹം. ഇവിടെ തിരൂരാണല്ലോ, അവിടെ തെരഞ്ഞെടുക്കാണ്. നിങ്ങൾ തന്നെ ഇറങ്ങി തെരഞ്ഞുകൊണ്ടിരിക്കാണ്? തെരഞ്ഞുകൊണ്ടിരിക്കാണ്. അല്ല, CCTV ഒക്കെ പരിശോധിച്ചോ? CCTV ഒക്കെ പരിശോധിച്ചോ? അവിടൊക്കെ പോയി ഏകദേശം പരിസരത്തൊക്കെ ഏകദേശം നോക്കിന്. ഇനിയിപ്പോ ഈ തിരൂര് ഈ മൊബൈലിന്റെ ഇതുണ്ടല്ലോ, അതിന്റെ ഒരു സ്ഥലത്തൊക്കെ ഒരു ദിവസം വന്നു. ഇനി അവിടെ തങ്ങി വിചാരിച്ചാണ് അവിടെ തപ്പുകയാണ്. ഇവനിപ്പോ ചെറിയ മനസ്സിൽ എന്ത് തോന്നിന്ന് ആര് കണ്ട്? അതാണ്. അപ്പൊ എന്തായാലും ഞാൻ ഈ ഫോട്ടോയും വെച്ച് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളും വെച്ചിട്ട് ഞാനിത് അങ്ങോട്ട് വിടട്ടോ, കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടോ. നമ്മൾ ആവശ്യം കണ്ടെത്തൽ തന്നെയാണ്. വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇതിനോട് പറയാം കൂടുതൽ ആളുകൾ കേട്ടോ. നിങ്ങളെ നമ്പറിനല്ലേ, ഈ നമ്പറും കൊടുക്കാം അല്ലേ? ആയിക്കോട്ടെ എന്നാൽ കേട്ടോ. ശരി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും കേട്ടില്ലേ? വാപ്പ ദർസിക്ക് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചതാണ്, പൈസയും കൊടുത്തിട്ട്. പിന്നെ ദർസിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഈ തറയിട്ടാൽ നിന്നൊരു, എനിക്ക് തോന്നുന്നത് ഒരു 4 കിലോമീറ്ററോ 4-5 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്കൊരു പിടുത്തമില്ല. ആ ഒരു പോക്ക് പോയത് ദർസിലേക്ക് എത്തിയിട്ടില്ല. ദർസിലും ഒരു പ്രശ്നമില്ല, വീട്ടിലും ഒരു പ്രശ്നമില്ല. പിന്നെന്താ സംഭവിച്ചതെന്ന് നമുക്ക് അറിയില്ല. ഇപ്പോൾ അവർ തിരൂരൊക്കെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തിരൂർ എന്തെങ്കിലും ആവശ്യത്തിന് ഇതിന് മുന്നേ പോയിട്ടുണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു സംശയത്തിൻ്റെ ഭാഗമായിട്ട് പോയി തിരയാണ്. എന്തായാലും നമുക്ക് ആവശ്യം ഈ കുട്ടീൻ്റെ മുഖം എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കണ്ടെത്താനുള്ളൊരു ശ്രമം മാത്രമാണ്. ഉള്ളിൻ്റെ ഉള്ളിലൊരു വേദനയോട് കൂടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എങ്ങനെ കണ്ടെത്തുക എന്ന് അപ്പുറത്തേക്ക് വേറൊന്നുമല്ല. നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക വെച്ചാൽ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ്. ഇനിയിപ്പോൾ ഈ കുട്ടീൻ്റെ പുറകെ തന്നെയാണ് കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഓടിക്കൊണ്ടിരിക്കുക. കാരണം എങ്ങനെയും കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ഇതുവരെ നമ്മൾ കണ്ടെത്താത്തത് റുക്കിയ ഉമ്മൻ്റെ കാര്യം മാത്രം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കും. അതിനൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പടച്ചോൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എവിടുന്നെങ്കിലൊക്കെ തട്ടിത്തിരിഞ്ഞ് കണ്ടെത്തുന്നുണ്ട്. നമ്മളെ പ്രിയപ്പെട്ടവർ, നമ്മളെ വീഡിയോ കാണുന്നവരും ഓരോരോ ഇൻഫർമേഷനുകൾ പാസ് ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ സംശയാസ്പദമായ രീതിയിൽ പലരെയും കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഒരു ശ്രമങ്ങളുണ്ടല്ലോ നിങ്ങളിങ്ങനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അതുതന്നെയാണ് നമ്മൾ ഇവിടെയാണ് ഉദ്ദേശിക്കുന്നത്. ഓരോരോ കേസുകളും കാണാതാവുന്നതൊക്കെ നമ്മൾ ഒരു ശ്രമം മാത്രമാണ്. ഇനി നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷനുകൾ തീർച്ചയായിട്ടും ഞാൻ ആ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലൂടെ കൊടുത്തിട്ട് കൊണ്ട് നമുക്ക് എന്തായാലും കണ്ടെത്തണം. ഒരുമയോട് കൂടി മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്ക്. പിന്നെ അത് മാത്രമല്ല, എന്തെങ്കിലും കിട്ടിയ വിവരം വല്ലതും അറിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഞങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കാം കേട്ടോ. ഇപ്പോൾ ഈ നിലവിലിപ്പോൾ ഞാൻ വിളിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അറിഞ്ഞ കാര്യങ്ങൾ
കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. 2-3 ദിവസമായി കുട്ടിയെ കാണാതായിട്ട്. വലിയ വേദന തന്നെയാണ് ആ കുടുംബം എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യത്വത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഷെയർ ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കാം കേട്ടോ.